മഹാനായ വില്യം ഷേക്സ്പിയറുടെ ദുരന്ത നാടകങ്ങളിലൊക്കെ ആ ദുരന്തമെന്ന് പറയുന്നത് പലപ്പോഴും അതിതീവ്രമായിട്ടുള്ള ദുരന്തങ്ങളായിരിക്കും. നായകനും പ്രതിനായകനും കാമുകിയും കാമുകനും എല്ലാവരും തന്നെ അവസാനം മരിച്ചു വീഴുന്ന രംഗങ്ങളോടെയാണ് അത് അവസാനിക്കുന്നത്, കട്ടണ്ട വീഴുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നാടകങ്ങളിൽ ഈ പിരിമുറുക്കം അവസാനിപ്പിക്കാൻ, വേദനകൾ അവസാനിപ്പിക്കാൻ കോമിക് ഇൻ്റർല്യൂഡ്സ് എന്ന് പറയുന്ന ഒന്നുണ്ടാകും. കുറച്ച് തമാശകൾ നാടകത്തിനകത്തെ നാടകം പോലെയും ഒക്കെ ഡ്രാമ വിതിൻ ഡ്രാമ അങ്ങനെയൊക്കെയും നടക്കാറ്. ഇൻ്റർല്യൂഡ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറ് എന്ന് പറയുന്ന പോലെയാണ് ഈ പശ്ചിമേഷ്യൻ തിയേറ്ററിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അതിനെ കില്ലിംഗ് ഫീൽഡാക്കി മാറിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പ്രത്യേകമായിട്ടുള്ള വർത്തമാനങ്ങൾ. പ്രത്യേകിച്ചും ട്രംപാണ് അതിൽ ഏറ്റവും വലിയ അധികായകനായിട്ട് നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന്, എനിക്ക് തോന്നുന്നത്, 2 മാലാഖമാർ അദ്ദേഹത്തെ ആവേശിച്ചിട്ടുണ്ട്. ഒരു വശത്ത് നന്മയുടെ മാലാഖയും മറുവശത്ത് തിന്മയുടെ മാലാഖയും. ഇതെപ്പോഴാണ് മാറി മാറി പ്രതിപ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നന്മയുടെ മാലാഖ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഇനി യുദ്ധമൊന്നും തുടരാൻ ആഗ്രഹിക്കുന്നില്ല, 3 ആഴ്ചക്കകം ഞങ്ങളുടെ സൈന്യം പിന്മാറുകയാണ്. 3 ആഴ്ച എന്ന് പറഞ്ഞാൽ 21 ദിവസമാണല്ലോ. ആ 21 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1-2 ദിവസം എന്ന് പറഞ്ഞാൽ 4 ആഴ്ചത്തേക്ക് പോവില്ല. അതായത് 28 ദിവസത്തിനകം യുദ്ധം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മാസത്തിനകം സംഭവങ്ങളെല്ലാം കെട്ടിപ്പറിക്കൊണ്ട് ഞങ്ങളങ്ങ് തിരിച്ചു പോകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അടുത്ത നിമിഷത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാം, ഞങ്ങൾ ചുട്ടു ചാമ്പലാക്കി കളയും. അപ്പോൾ തിന്മയുടെ മാലാക അല്ലെങ്കിൽ തിന്മയുടെ ചെകുത്താനോടെ പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ പട്ടാളക്കാരെല്ലാം കൂടി ഇറാനെ ചാമ്പലാക്കി കളയും. ഇറാനെ ചാമ്പലാക്കുമെന്ന് പറയുമ്പോൾ അവിടുത്തെ 9 കോടി വരുന്ന ജനങ്ങളെയും ചാമ്പലാക്കി ചുട്ടു ഭസ്മീകരിക്കുമെന്നാണ് ഈ മഹാനായിട്ടുള്ള മനുഷ്യൻ, ലോകത്തിൻ്റെ പോലീസായിട്ടുള്ള മനുഷ്യൻ പറയുന്നത്. പിന്നെ ആ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഈ ചെകുത്താൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദുഷിപ്പിൻ്റെ മാലാക വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന വർത്തമാനങ്ങൾക്കൊന്നും യാതൊരു അതിരുമില്ല. നാറ്റോയിൽ ഞങ്ങൾ പോകാൻ, നാറ്റോയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാറ്റോയുടെ നാവികസേന എന്ന് പറഞ്ഞാൽ ഡെഡാണ്. പണ്ടൊരിക്കൽ ഇന്ത്യയുടെ ഇക്കോണമി ഈസ് ഡെഡ് എന്ന് പറയുന്നത് പോലെ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന ഒരു ഇക്കോണമി ഉണ്ടെങ്കിൽ അതിപ്പോൾ ഇന്ത്യയുടേത് മാത്രമേ ഉള്ളൂ, സജീവമായി സചേതനമായി നിലകൊള്ളുന്ന ഇക്കോണമി. ഈ മണ്ടച്ചാർ അതൊന്നും മനസ്സിലാക്കാതെ കണ്ടം വെച്ച വാക്കുകളും വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമാണ്, നമുക്ക് ഒരു തമാശയായിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ മനക്ലേശം ഉണ്ടാക്കും, മനശല്യം ഉണ്ടാക്കും. എന്തായാലും ഇപ്പോൾ നമ്മുടെ അദ്ദേഹം നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു അംബാസഡറെ നമുക്ക് വിട്ടയച്ചു തന്നിട്ടുണ്ട്. സെർജിയോ ഗോർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണല്ലോ ഈ എണ്ണ വാങ്ങിക്കുന്നതിന് ഒരു ചുങ്കം ഏർപ്പെടുത്തിയത്, അത് പിൻവലിക്കപ്പെട്ടതും. ഇന്ത്യയുടെ ചുങ്കം എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന 50% നിന്ന് താഴ്ന്ന് 18% വന്നതും ഇപ്പോൾ ആ നിലയ്ക്കാണ് വ്യാപാരം നടക്കുന്നത്. സെർജിയോ ഗോർ ക്യാപിറ്റോളിൽ അദ്ദേഹത്തിൻ്റെ, ക്യാപിറ്റോളിലല്ല, വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു ചർച്ച നടത്തിയ ശേഷം പുറത്തു വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇന്ത്യയുമായിട്ട് നല്ല ബന്ധങ്ങളാണ് US പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമാണ് എന്നൊക്കെയാണ്. എന്തായാലും കേൾക്കാൻ സുഖമുള്ള വാക്കുകളാണ്. പക്ഷേ ഒരു ഇന്ത്യ സന്ദർശനം നടത്തിയിട്ടില്ല. അദ്ദേഹം ഇസ്രായേലിലേക്കും ഗൾഫ് മേഖലയിലേക്കുമൊക്കെ പലവട്ടം പര്യടനം നടത്തിയിട്ട് ഇന്ത്യക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലൊന്ന് വരേണ്ടതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ടൊന്ന് ക്ഷണിക്കേണ്ടതാണ്. രണ്ടും ഉണ്ടായി. ക്ഷണിച്ചു, ശരിയാണ്. അദ്ദേഹം കാനഡയിൽ പോയിട്ട് വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ അക്കൂട്ടത്തിൽ തിരിച്ചു പോകുമ്പോൾ ഇതുവഴി ഒന്ന് പോകാൻ പറഞ്ഞു. ഇപ്പം മനസ്സില്ലാന്നും പറഞ്ഞ് ക്രൊയേഷ്യയിലേക്ക് പോയി നമ്മുടെ പ്രധാനമന്ത്രി. നമുക്കറിയാം. ഇപ്പോൾ പുതിയൊരു കാര്യം, നാറ്റോ ഞങ്ങൾ വിടാൻ പോവുക. കാര്യം എന്താ? നാറ്റോ വിടാൻ പോകുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കപ്പലുകൾ 3 പട്ടക്കപ്പലുകളുമായിട്ട് ഇങ്ങനെ പട്ടകധ്വനിയുമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കപ്പലുകളെ അകമ്പടി സേവിക്കാൻ വേണ്ടിയിട്ട് ഈ നാറ്റോയുടെ ആൾക്കാർ വരണം എന്ന് പറഞ്ഞാൽ, പരന്തു പോകുന്നതിൻ്റെ പുറകെ അല്ല കാക്കക്കൂട്ടങ്ങൾ പോകാറുണ്ടല്ലോ, മന്ത്രിയുടെ പുറകെ കുറച്ച് പരിവാര സമേതമുള്ള ആൾക്കാരും പോകാറുണ്ടല്ലോ അകമ്പടി സേവിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു അകമ്പടി ഇങ്ങനെ റോയലായിട്ട് അവർ മുമ്പിൽ കയറിയിട്ട് പോകണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണം. അതൊരു വലിയ വർണ്ണശബളമാക്കാൻ വേണ്ടി നിങ്ങളും കൂടെ വരണം. എന്തിനാണ് ഈ ഡെഡ് ഷിപ്പുകളുള്ള രാജ്യങ്ങളെ, ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങളെ നിങ്ങൾ ക്ഷണിക്കുന്നത്? എനിക്കറിയില്ല. ക്ഷണിച്ചു, അവർ പറഞ്ഞു മനസ്സില്ല, ഞങ്ങൾക്കിപ്പോൾ യുദ്ധത്തിന് വരാൻ മനസ്സില്ല, പോയി പണി നോക്കാം, പോയി കേസ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പരിഭവമായപ്പോൾ കാണിച്ചിരിക്കും. എന്നിട്ട് അവരെ കണ്ടമാനം ചീത്ത വിളിക്കുക, നിങ്ങളുടെ കപ്പലുകളൊന്നും കൊള്ളൂല്ല, കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറഞ്ഞ പോലെ.
അതുകൊണ്ട് നിങ്ങൾ നാറ്റോ സഖ്യത്തിൽ നിന്ന് പിൻവാങ്ങുക. നേരത്തെ തന്നെ ഏതാണ്ട് പകുതി പിന്മാറ്റം കഴിഞ്ഞു. ഇനിയിപ്പോൾ പിൻവാങ്ങിയാൽ ഇപ്പം നാറ്റോയ്ക്ക് എന്ത് പിൻവാങ്ങിയിരുന്നില്ലെങ്കിൽ എന്താ? ഇതിനിടയ്ക്ക് ബ്രിട്ടൻ 35 രാജ്യങ്ങൾ വിളിച്ചുകൂട്ടി ഒരു ചർച്ച നടത്തുകയാണ് ഹോർമൂസ് ദ്വീപ് തുറക്കാൻ വേണ്ടി. അത് ഈ ആയുധങ്ങളും കപ്പലുകളും ഉപയോഗിച്ചല്ല, നേരെ ചർച്ചകളിലൂടെ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമിക്കുക. അതാണ് ശരിയായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഫാഷിസ്റ്റ് അല്ലാത്ത ശ്രമം. അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ടോക്ക് ത്രൂ ഡയലോഗ്സ് ആൻഡ് ഡിപ്ലോമസി. അതല്ലാതെ ഇത് പരിഹരിക്കാനൊന്നും പറ്റുകയില്ല. ട്രംപ് വിചാരിച്ചാലും പറ്റുകയില്ല. ഇസ്രായേൽ രണ്ടുപേരും കൂടി പരിശ്രമിച്ചാലും നടക്കുകയില്ലെന്ന് ആണ് തെളിയിച്ചത്. തോറ്റു തിരിഞ്ഞോടുകയാണ് ഇപ്പോൾ ട്രംപ് എന്നുള്ളതാണ്. 3-ാം വട്ടവും തോറ്റു തിരിഞ്ഞോടുക. അപ്പോൾ തോൽവിയിൽ ഒരു ഹാട്രിക് സ്ഥാപിച്ചിരിക്കുകയാണ് അമേരിക്ക ഇറാനോട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം, പരമാർത്ഥം. അത് പല നറേറ്റീവുകൾ വഴി ഇങ്ങനെ പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ട്രംപ് പറഞ്ഞ ഒരു കാര്യം, ബ്രിട്ടീഷ് നാവികസേന എന്ന് പറയുന്നത് വെറും കടലാസ് പുലിയാണ്, അതാ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ചത്ത കുതിരയാണെന്ന് പറഞ്ഞവർ തന്നെ. വ്യത്യാസമൊന്നുമില്ല. അവരുടെ വിമാനവാഹിനികൾ പ്രവർത്തനരഹിതം. എന്നാൽ പിന്നെ എന്തിനാ അവരെ അകമ്പടി സേവിക്കാൻ വിളിക്കുന്നത്? ഇപ്പോൾ സംഭവം എന്താണെന്ന് അറിയോ? എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഇറാൻ നശിപ്പിച്ചു. ഇപ്പോൾ അത് ഈ സുരക്ഷിതമായ സമുദ്രം തേടി ഇന്ത്യ സമുദ്രം, അവിടെയാണ് സുരക്ഷിതമായിട്ടുള്ളത്. അവിടെയാണ് അവരെ ഇറാൻ്റെ ഒരു കപ്പലിന് ടോർപിഡോ വെച്ചതും അവിടെ വെച്ച് തന്നെയാണ്. ആ ഇന്ത്യ സമുദ്രത്തിൻ്റെ ശാന്തതയിലേക്ക് വന്നിരിക്കുകയാണ് അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ. ഇന്ത്യ സമുദ്രത്തിലേക്ക് വന്നിരിക്കുകയാണ്, രക്ഷ തേടി. പേടിച്ചോടി വന്നിരിക്കുകയാണ്, തോറ്റോടി വന്നിരിക്കുകയാണ് എബ്രഹാം ലിങ്കൺ എന്ന് കേട്ടാൽ ഞെട്ടുന്ന ആ കപ്പൽ. അതുപോലെയാണ് ജെറാർഡ് ഫോർ സൈപ്രസ് ദ്വീപിലേക്ക് പോയി. 3-ാമത് പ്രശ്നം വരുന്നുണ്ട്, അത് എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിനേക്കാളിലൊക്കെ വലിയ ട്രിപ്പോളി. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ എല്ലാം പേര് മാറ്റി ഇപ്പോൾ ട്രിപ്പോളി എന്നുള്ള പേരുമായിട്ടാണ് വരുന്നത്, ഒരു സ്ഥലത്തിൻ്റെ പേരുമായിട്ടാണ് വരുന്നത്. വലിയ മോച്ചപ്പാട് ഉണ്ടാക്കിയ എന്നാൽ ഇതുകൊണ്ടൊന്നും ഇറാനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന് വേറൊരു കാര്യം കൂടെ നടക്കണം. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കംപ്ലീറ്റ് അധികാരം പിടിച്ചെടുക്കാൻ പോവുകയാണ്. പ്രസിഡന്റ് പെസസ്കിയാൻ്റെയൊക്കെ അധികാരം കൂടി പിടിച്ചെടുത്തുകൊണ്ട് ശക്തമായിട്ട് മിലിറ്ററി കൂ നടക്കാൻ പോവുകയാണെന്ന് വരെ കേൾക്കുന്നു. കാരണം അതും കൂടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അമേരിക്കയ്ക്ക് ചർച്ചയും ഉണ്ടാവില്ല, ഒന്നുമില്ല. വെച്ചു താങ്ങും അവർ. ഇടത്തും വലത്തും നോക്കുകയല്ല. അവരുടെ ആത്മീയ സംരക്ഷണത്തിൻ്റെ ഒരു ഫോർട്ടായിട്ട് മാറുകയാണ് ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്നത്. എല്ലാ വീര്യവും എടുത്തുകൊണ്ട് മറുവശത്തൂടെ ഇപ്പോൾ ഹെസ്ബുള്ള ആക്റ്റീവായിരിക്കുന്നു. ചുതുങ്ങി കിടന്നിരുന്നതാണ്, സ്ലീപ്പർ സെല്ലുകളായിട്ട് കിടന്നിരുന്നതാണ് ഹൂത്തികളുമൊക്കെ. അവരെ എല്ലാം ഒന്ന് ഉണർത്തി വീര്യവാന്മാരാക്കി ഇസ്രായേലിന് നേരെ ഇപ്പം മിസൈൽ അയച്ചുകൊണ്ടിരിക്കുക. വല്ല കാര്യവും ഉണ്ടായിരുന്നോ? കടന്നൽ കയ്യിൽ പോയി. നമ്മൾ ആദ്യം പറഞ്ഞത് പിന്നെ ഹോർണറ്റ്സ് നെസ്റ്റ്, ഒരു കടന്നൽ കൂട്ടിലേക്ക് കൈയും ഇട്ടുകൊണ്ട് ഇപ്പോൾ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് നിലവിളിക്കുക. അതാണിപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംബന്ധിച്ചിട്ടുള്ള പതനം. അതിനെ മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ വാക്യങ്ങൾ ഇങ്ങനെ, എന്നിട്ടരിശൻ തീരാതെ അവനെ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്നുള്ള അവസ്ഥയിലാണ് എന്തായാലും ഡൊണാൾഡ് ട്രംപ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാര്യം എനിക്കറിയില്ല. ഈ വാർത്തകളൊക്കെ നമ്മുടെ ഫോക്സ് ന്യൂസിലും അതുപോലെ തന്നെ ദി ടെലിഗ്രാഫിലും ഒക്കെ ട്രംപും അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള മാർക്കോ റൂബിയോയും കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, വസ്തുതാസ്ഥിരീകരണം നടത്തിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ നാറ്റോ സഖ്യം പറഞ്ഞ അവരുടെ താവളങ്ങളൊന്നും യുദ്ധത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് നാറ്റോ സഖ്യത്തിൽ നിന്ന് അമേരിക്ക വിട്ടുപോകാൻ കാരണം. ഇപ്പോൾ പൂർണ്ണമായിട്ടും വിട്ടുപോകും. ആ സഖ്യം ഇനിയും ഉണ്ടാവില്ല. ലോകത്തിന് ഭീഷണിയായിട്ട് റഷ്യക്ക് അത്രയും ആശ്വാസമാവും. ഇപ്പം മറിച്ച് നാറ്റോയ്ക്ക് പകരം ഇപ്പോൾ റഷ്യയാണ് അമേരിക്ക കൂട്ടുപിടിച്ചിരിക്കുന്നത്. നല്ല കാര്യം. അതിൻ്റെ ഫലമായിട്ടാണ് ക്യൂബയിലേക്ക് ഇപ്പോൾ എണ്ണ കൊണ്ടുപോകാൻ റഷ്യയെ അനുവദിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ യുദ്ധത്തിൻ്റെ ലാഭമെല്ലാം കൊയ്യുന്നത് ഇപ്പോൾ റഷ്യയാണ്. അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ്. കാരണം ഓരോ മിസൈൽ അവരയക്കുമ്പോഴും $2 ബില്യൺ കോസ്റ്റാണ് ഉണ്ടാകുന്നത്. അമേരിക്ക സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക, ആമൂലാഗ്രം. അതുപോലെ തന്നെ ട്രംപിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്, അവിടുത്തെ അംഗീകാരത്തിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് -ഡിഗ്രി. ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അംഗീകാരം അമേരിക്കയിൽ -ഡിഗ്രിയിലേക്ക് പോകുന്നു. അമേരിക്കയിലെ പ്രമുഖ പത്രങ്ങളും അതുപോലെ തന്നെ ഏജന്റ് പ്രസ് ഫ്രാൻസ്, AFP, അതുപോലെ തന്നെ റോയിറ്റേഴ്സ്, ഇതൊക്കെ നടത്തിയ AP അമേരിക്കൻ പ്രസ്, ഇതെല്ലാം നടത്തിയ സർവേയിലാണ്. അതൊക്കെ നല്ല മാട്രിക്സ് സർവേകളാണെന്ന് ശരിയായിട്ട് പഠിച്ച് ആവശ്യമുള്ള സാമ്പിളുകൾ ശേഖരിച്ചെടുക്കുന്ന പഠനങ്ങളാണ്. ആ പഠനങ്ങളിലെല്ലാം ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യം ട്രംപിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം എന്ന് പറയുന്നത്, ജനസ്വാധീനം എന്ന് പറയുന്നത് 0-നും താഴെ 0-ക്കും താഴേക്ക് പോയിരിക്കുന്നു. നമ്മുടെ ഏറ്റവും അൺപോപ്പുലറായിട്ടുള്ള പിണറായി വിജയന് പോലും സംഭവിക്കാത്തുള്ള കാര്യങ്ങളാണിപ്പോൾ അമേരിക്കയിൽ ട്രംപിനെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഈ യുദ്ധത്തിൻ്റെ
മുഖത്തു നിന്നോ സൈന്യങ്ങളെ പിൻവലിക്കാനുള്ള ഒരു പ്രേരണയായിട്ട് ട്രംപിന് തീർന്നിട്ടുണ്ട്. എന്തായാലും 3 ആഴ്ചക്കകം ഈ നരകം അവസാനിക്കുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. അതിനു മുമ്പ് കുറച്ച് ചാമ്പലാക്കും, പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി. അങ്ങനെ ചാമ്പലാക്കിയത് ഇന്ത്യയിലേക്ക് പുറപ്പെടാനിരുന്ന മഹാൻ എയറിൻ്റെ ഒരു വിമാനമായിരുന്നു എന്നുള്ളത് ഒരു ദുരന്തം തന്നെയാണ്. അതൊരു മര്യാദകേടുമാണ്. ഇതെന്ത് പറഞ്ഞാലും ശരി, സെർജിയോ ഗോർ എന്ത് പറഞ്ഞാലും ശരി, ഇന്ത്യക്ക് പുറപ്പെടാനിരുന്ന ഒരു കപ്പൽ, ഇന്ത്യയുടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ത്യയുടെ ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്ക തകർക്കുകയില്ലായിരുന്നു. പിന്നെ തലയ്ക്ക് വെലിവ് കിട്ടവൻ എന്തും കാണിക്കും. അവന് പിന്നെ ലക്ഷ്യബോധമില്ല. അരിച്ച മൂത്ത പിന്നെ ഒരു ഭ്രാന്താണല്ലോ. അത്തരം ഒരു ഭ്രാന്തിൽ ചെയ്തതായിരിക്കണം വൈദ്യസഹായത്തിന് വേണ്ടി വരാനിരുന്ന ഒരു വിമാനത്തിനെ തകർത്തത്. വലിയ വീരകൃത്യമായി പോയി. നമ്മളിപ്പോൾ ഇസ്രായേലിൻ്റെ മിസൈലുകൾ ചെന്ന് പാലസ്തീനിൽ പതിച്ച് അവിടെ ഗർഭിണികളും കുട്ടികളും ഒക്കെ മരിക്കുമ്പോൾ എന്തൊരു മനുഷ്യാവകാശവാദങ്ങളായിരുന്നു മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്നിരുന്നത്. 1-ാം പേജിൽ അവിടെ ഗർഭിണിക്ക് നേരെ മിസൈൽ അയച്ചതിൻ്റെ ചിത്രങ്ങൾ ഒക്കെ കാണിച്ചുകൊണ്ട്, കുട്ടികളിങ്ങനെ കരയുന്നതിൻ്റെ ഒക്കെ കാണിച്ചുകൊണ്ട് 4-5 കോളത്തിലുള്ള പടങ്ങൾ കൊടുത്തല്ലോ. എന്താ ഇപ്പം ഇന്ത്യയിലേക്ക് മനുഷ്യാവകാശത്തിന് വേണ്ടി അല്ലെങ്കിൽ വൈദ്യസഹായത്തിന് വേണ്ടി മനുഷ്യകാരുണ്യത്തിൻ്റെ പ്രചോദിതമായിട്ട് വരാനിരുന്ന വിമാനത്തെ അമേരിക്ക തകർത്തപ്പോൾ എല്ലാവരും മാളങ്ങളിലേക്ക് ഓടി ഒളിച്ചിരിക്കുന്നത് പേടിച്ചിട്ടാണോ എന്താണോ എനിക്കറിയില്ല. വളരെ സെലക്റ്റീവായിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾ പടച്ചുവിടുന്നതെന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം മാത്രമെന്നേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.